ഇന്നത്തെ എൻ്റെ ഒരു ദിവസം തന്നെ താമസിച്ചാണ് എണീറ്റത്. പിന്നെ പാറുവിന് സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിൽ കൊണ്ട് വിട്ടു. ഇന്ന് ടോട്ടലി എല്ലാം ഒരു സ്ലോ ആയ ദിവസമാണ്. 8 മണിയാകുമ്പോഴത്തേനും ചോറും കറികളൊക്കെ സാധാരണ എനിക്ക് റെഡിയാകുന്നതാണ്. പക്ഷേ ഇന്നൊന്നും ആയിട്ടില്ല കേട്ടോ. 11 മണിയായപ്പോഴും ഞാൻ കറിയെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മീൻ ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി എളുപ്പമായി. പിന്നെ ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാറും ഉണ്ടാക്കി. സാമ്പാർ വെക്കാൻ ശരിക്കും കഷ്ണങ്ങളെല്ലാം ഇല്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇച്ചിരി ബീട്രൂട്ടൊക്കെ ചേർത്തു. അതുകൊണ്ട് എൻ്റെ സാമ്പാർ ചുമന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ വേഗം തന്നെ ക്ലീനിങ് ഒക്കെ നടത്തി. കുറച്ച് പണികൾ ചെയ്തപ്പോൾ തന്നെ സമയം 12:45. 1 മണി വരെ ക്ലാസ് ഉള്ളൂ. പാറുവിനെ പോയി കൂട്ടണം. അതുകൊണ്ട് തന്നെ വേഗം പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല. കാരണം ആകെ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, 10 മിനിറ്റേ ഉള്ളൂ. വണ്ടിയെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല. വേഗം പോയിട്ട് തിരിച്ചു വരാമല്ലോ. പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. ഇവിടെ ഇരിക്കുമായിരുന്നെങ്കിൽ തുണിയൊക്കെ വിരിച്ചിട്ട് ഉണക്കിയെടുക്കാമായിരുന്നല്ലോ എന്ന് ഓർത്ത് പോയി. പിന്നെ യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ഹൈവേയിലെത്തും കേട്ടോ. പിന്നെ നല്ല വഴിയാണേ. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു. രാവിലെ പാറുവിനെ കൊണ്ടുവിട്ടപ്പോഴത്തേനും ഭയങ്കര തിരക്കായിരുന്നു. എനിക്കിങ്ങനെ വണ്ടികളൊന്നും ഇല്ലാത്തപ്പം യാത്ര ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. സ്കൂളെത്തി. പാറുവായി ഏറ്റവും ടോപ്പിലാട്ടോ പഠിക്കുന്നത്. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജനലിലൂടെ നമ്മളെ കാണുമായിരിക്കുമെന്ന്. പണ്ട് PTA മീറ്റിങ്ങിനൊക്കെ നമ്മുടെ പേരൻസ് വരുമ്പോഴും നമ്മളും ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നല്ലോ. പാറുവിനെ ചെന്ന് കൂട്ടി. പോരുന്ന വഴിക്കെല്ലാം വിശക്കുന്ന കഥകളാണ് എന്നോട് പറയുന്നത്. നമ്മൾ പുറത്ത് പോയാൽ അപ്പം തന്നെ പാറുവിന് എന്തെങ്കിലും ഭക്ഷണം വേണം കേട്ടോ. പാറുവിന് കൂടുതൽ ഇഷ്ടം ബിരിയാണിയാണ്. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഒരു പാഴ്സൽ വാങ്ങിക്കാമെന്ന്. പാഴ്സലെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ചേട്ടായി അവിടെ ഇരുന്ന് ചോറുണ്ണുന്നുണ്ടായിരുന്നു. ഉച്ച സമയങ്ങളിൽ വീടിനടുത്തോട്ടുള്ള ഓട്ടോ കിട്ടുന്നെങ്കിൽ ചേട്ടായി വീട്ടിൽ വന്നാട്ടോ ഭക്ഷണം കഴിക്കുക. പിന്നെ ഞങ്ങൾ ഒരു പാഴ്സലാണ് വാങ്ങിച്ചെങ്കിലും എനിക്ക് പാറുവിനോട് കൂടി അത് മതിയാവും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വയർ നിറച്ച് കഴിച്ചു. പിന്നെ കുറച്ച് സമയം പൂപ്പിയായിട്ട് പാറു നടന്നു. ആ സമയം കൊണ്ട് ഞാൻ വേഗം ഒരു ചായ ഇട്ടു. എനിക്ക് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ചായ വേണം കേട്ടോ. പിന്നെ വൈകുന്നേരം എൻ്റെ സ്ഥിരം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ആണ്. ഞാൻ പുറത്താർക്കും തയ്ച്ച് കൊടുക്കുന്നില്ല. പക്ഷേ എനിക്കും പാറുവിനുമുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാട്ടോ ഓൾമോസ്റ്റ് തയ്ക്കുന്നത്. കുറച്ച് നൈറ്റി മെറ്റീരിയൽസൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതെല്ലാം വെച്ച് ഞാൻ കുറച്ച് നൈറ്റ് ഡ്രസ്സൊക്കെ തയ്ക്കുകയാണ്. കോട്ടൺ ആയതുകൊണ്ട് നമുക്കിതിടാൻ നല്ല സുഖമാണ്. അതുകൊണ്ട് കൂടുതലും ഞാൻ തന്നെയാണ് തയ്ക്കുന്നത്. എപ്പോഴും ഇങ്ങനെ തയ്ക്കാൻ മടിയാണ്. കുറച്ച് സമയം മാത്രം ഇരിക്കും. പിന്നെ എന്തെങ്കിലും വേറെ ജോലിക്ക് പോകും. അതുകൊണ്ട് ഒരു ഡ്രസ്സ് തന്നെ 3-4 ദിവസം കൊണ്ട് ഞാൻ തയ്ച്ച് തീർക്കാറുള്ളൂ കേട്ടോ. തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചേട്ടായുടെ സ്കൂട്ടർ വരുന്ന ഒച്ച ഞാൻ കേട്ടു. അതുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു ഇന്ന് ഇത് അവസാനിപ്പിക്കാമെന്ന്. പക്ഷേ ഡ്രസ്സ് തീർന്നായിരുന്നു കേട്ടോ, തയ്ച്ച് തീർന്നായിരുന്നു. ഇന്ന് ആ ഡ്രസ്സിനൊരു ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച സാധാരണ വെച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ചേട്ടായി വന്ന ഒച്ച കേട്ടിട്ട് പാറും ഞാനും പൂപ്പിയെല്ലാം ഒരുപോലെ തന്നെ ഇറങ്ങി വന്നു കേട്ടോ. പൂപ്പി അവിടെ കൈയൊക്കെ നീട്ടിയിരിക്കുന്നത് ചേട്ടായി വരുമ്പം കൂട്ടി നിറക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇവനിച്ചിരി കുറുമ്പ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ സമയം കൂട്ടിലിടും. റോഡിലൂടെ വണ്ടിക്കാർ പോകുമ്പം അവരുടെ മുമ്പിലോട്ട് എടുത്ത് ചാടുന്നൊക്കെ ഇപ്പോൾ ഒരു ശീലമായി മാറിയിട്ടുണ്ട് പൂപ്പിക്ക്. അതുകൊണ്ട് പണിഷ്മെൻ്റായിട്ട് ഞാനിപ്പോൾ കൂടുതൽ സമയം അവനെ കൂട്ടിലിടും കേട്ടോ. പക്ഷേ അവന് ചേട്ടായി കൂട്ടി നിറക്കാത്തതുകൊണ്ട് ദേഷ്യം പിടിച്ചു. എന്നോട് ദേഷ്യപ്പെട്ട് പറയുന്ന കേട്ടോ. ഞാൻ അവനെ അഴിച്ചു വിട്ടു. അഴിച്ചു വിട്ടപ്പോൾ തന്നെ വീട്ടിലോട്ട് ഓടി. അങ്ങനെ ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം